ബട്ട് സ്റ്റിൽ ഞാൻ ഇതേപോലെ ഹൈപ്പറായിട്ട് തന്നെ സംസാരിക്കാം. അതങ്ങനെ തന്നെ. ഇപ്പം നമ്മൾ കുറച്ചുകൂടെ കയറി സംസാരിക്കുമ്പോൾ അവരുടെ ആ ഒരു വൈബ് കയറി വന്നോളും. ഓ ഡോണ്ട് വെറി, അത് ഞങ്ങൾ ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയിട്ട് പോയി. അപ്പം എനിക്ക് സമാധാനമായി. ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ എന്താ പറയുക, ഈ സ്റ്റേജിൽ ഉണ്ടായ ആളല്ല. ഇപ്പൊ ഈ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് യൂഷ്വലി നമ്മൾക്കൊരു ഒരു പെർസ്പെക്റ്റീവിൽ നമുക്കൊരു കാഴ്ചപ്പാടില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, അതിനൊക്കെ റെസ്ട്രിക്ട് ചെയ്യുന്നതായിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ എനർജിയിൽ? പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ഒരുപാട് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഇന്ന് ടയേർഡായിരിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒട്ടും സംസാരിക്കാത്ത ആൾക്കാരായിരിക്കാം. അപ്പോൾ ബട്ട് സ്റ്റിൽ ഞാൻ ഇതേപോലെ ഹൈപ്പറായിട്ട് തന്നെ സംസാരിക്കാം. അപ്പോൾ ചില ഇന്റർവ്യൂസിൽ തന്നെ അവർ പറഞ്ഞിട്ട് നീ ഇങ്ങനെ കയറുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഇങ്ങനെ വന്നു പോകണു എന്നുള്ള ഒരു സാധനം. അതങ്ങനെ തന്നെ. ഇപ്പം നമ്മൾ കുറച്ചുകൂടെ കയറി സംസാരിക്കുമ്പോൾ അവരുടെ ആ ഒരു വൈബ് കയറി വന്നോളും. ഇനി ഒട്ടും വൈബില്ല, ഒട്ടും നമുക്ക് ആ ഒരു വേവ് ലെങ്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങോട്ടാണ് ചോദിക്കുക, എന്ത് ചേട്ടാ ഇങ്ങനെ ഇരിക്കണേ, ഇങ്ങനെ നല്ല ഇരിക്കണേ, മഴയ്ക്ക് സംസാരിക്കുന്നത് ഞാൻ പറയും. അത് ആക്ച്വലി വേറൊരു കാര്യം എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേര്. അതായത് ഇപ്പം ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഇങ്ങനത്തെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പേടി തോന്നിയിട്ടുണ്ടോന്ന്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരുപാട് പേർക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട്. അതായത് ഇങ്ങനെ നേരിട്ട് സ്റ്റേജിൽ വന്ന ആൾക്കാർക്ക് സംസാരിക്കാനും. എന്നിട്ട് എൻ്റെ ഏത് ഫ്രണ്ട് എക്സസൈസൊക്കെ അതിനുണ്ട്, മുട്ടിൻ്റെ മേലെ കുറച്ച് നേരം കാലൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി ഇത് ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ എന്താ പറയുക, ഈ സ്റ്റേജിൽ ഉണ്ടായ ആളല്ല. ഓക്കെ, പക്ഷേ ഞാൻ എൻ്റെ സ്കൂൾ ടൈമിൽ ഞാൻ കലോത്സവങ്ങൾ ചെയ്തിരുന്നു, കാര്യങ്ങൾ ചെയ്തിരുന്നു. ബട്ട് എവറി ടൈം ഏതൊരു സ്റ്റേജ് ആയാലും ദാറ്റ്സ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. എവറി ഇൻ്റർവ്യൂ, ഇപ്പോൾ ഓരോ ഇൻ്റർവ്യൂവും എൻ്റെ ഓരോ എക്സ്പീരിയൻസസാണ്. ഞാൻ എപ്പോഴും ഇൻ്റർവ്യൂ എടുക്കുമ്പം എൻ്റെ കൈ ആക്ച്വലി നല്ല തണുത്തിട്ടായിരിക്കുന്നുണ്ടാവുക. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇതെൻ്റെ ഒരു 50th ഇൻ്റർവ്യൂ ആണ്, അല്ലെങ്കിൽ ഇതെൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. നോ, 50th ഇൻ്റർവ്യൂ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ പോലെയാണ്. ബട്ട് എനിക്ക് ആ പേടി ഉണ്ടെങ്കിലും ഞാൻ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ഞാൻ എൻ്റെ പേടി ഉണ്ടെന്ന് ഞാൻ അവരോട് പറയും. ഐ ബി ലൈക്ക്, ചേട്ടാ ഞാൻ നല്ല പേടിയിലാട്ടെ ഇരിക്കണേ, എനിക്ക് നല്ല പേടിയുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്തൊക്കെ ചോദിക്കാൻ പോണേ. സോ ലൈക്ക് വെരി കം, ഓക്കെ ഞാൻ എന്താണെന്ന് ആൾക്ക് മനസ്സിലായിക്കോ. ഞാൻ ആ ഒരു കണക്ഷൻ ഞാൻ കൊടുക്കും അയാളുടെ അടുത്ത്, അല്ലെങ്കിൽ ആ ഇരിക്കുന്ന വ്യക്തിയുടെ അടുത്ത്. എനിക്ക് ചേട്ടാ എനിക്ക് ഇങ്ങനെയൊക്കെയാണ്, എന്നെ പേടിപ്പിക്കരുത് അതൊക്കെ രീതിക്ക് പറയുമ്പോൾ ഹീൽ ബി ലൈക്ക്, ഓ ഡോണ്ട് വെറി, അത് ഞങ്ങൾ ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയിട്ട് പോയി. അപ്പം എനിക്ക് സമാധാനമായി. ഞാനത് ഭയങ്കര ഫ്ലുവൻ്റ്, ഞാനത് ആ ഒരു സമാധാനത്തിൽ പറഞ്ഞ് പിന്നെ ഐ ക്യാൻ സ്റ്റാർട്ട്. അപ്പം എൻ്റെ അടുത്ത് ചില ആൾക്ക് ചോദിച്ചിട്ട് പെട്ടെന്ന് പേടി മാറാൻ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടും കുറച്ച് പേരും. അപ്പം ഞാൻ അവരോട് പറഞ്ഞ കാര്യം ഇതാ, ഇപ്പം നീ ഒരു സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ഒരുപാട് ക്രൗഡിൻ്റെ അടുത്ത് നിനക്ക് ആ സാധനം ഭയങ്കര ഫിയർ ആണെന്ന് തോന്നണമെങ്കിൽ നീ പറയാ, എൻ്റെ ബ്രോ എന്തൊരു ക്രൗഡായി ഇതെന്ന് എനിക്ക് ടെൻഷനായി തുടങ്ങി. ഇറ്റ്സ് ലൈക്ക് ഓൾസോ അവർ ചിരിക്കുക അതിന്. ഇങ്ങനെ വെറുതെ ഇമോഷൻസ് കൺട്രോൾ വെക്കുന്നതിൽ ഒരു കാര്യമില്ല. നമ്മൾ അപ്പൊ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ ഇങ്ങനെ അപ്രോച്ച് ചെയ്യാന്നുള്ള പേടി ആദ്യം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളത് വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, അതിനെ സംസാരിച്ചുകൊണ്ടിരിക്കും.